ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ സൺഡേ ആയിട്ട് ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ട്രിവാൻഡ്രം ജില്ലയിലെ പുഞ്ചക്കരി ഷാപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് കൂട്ടുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ചേട്ടാ കുടിക്കുന്ന കാര്യമൊന്നും കാണിക്കണ്ട, വേണമെങ്കിൽ കള്ള് കാണിച്ചോ, അത് വിഷയമൊന്നുമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ടാം പ്രാവശ്യം റീപോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മുടെ കടപ്പുറ ഭാഗങ്ങളിലൊക്കെ, കടപ്പുറ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ നമ്മുടെ വിഴിഞ്ഞം പോലത്തെ ഈ കടപ്പുറ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ ഒന്ന് കള്ള് ഷാപ്പിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ടും പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ പുഞ്ചക്കരി ഷാപ്പിലാണ് അവർ പോകുന്നത്. അപ്പോൾ പുഞ്ചക്കരി ഷാപ്പിലൊക്കെ പോയിട്ടുള്ള കൂട്ടുകാരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം പുഞ്ചക്കരി ഷാപ്പിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും, വയൽ മധ്യത്തിൽ 2 കള്ള് ഷാപ്പാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഭക്ഷണം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ മീനിൻ്റെ കാര്യം, കരിമീനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ മീനൊക്കെ കഴിക്കുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് കരിമീൻ കഴിക്കുന്നത്. ആ കരിമീൻ കഴിച്ചപ്പോഴത്തേക്കും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ഫുഡൊക്കെ, ഞണ്ടും കൊഞ്ചും അതുപോലെ ചിക്കനും, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയും അതുപോലെ ബെറോട്ടയും അപ്പവുമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാങ്ങിച്ച കൊഞ്ചും കണവയും ഞണ്ടും കരിമീനും ഇതെല്ലാമേ ഏകദേശം 900 രൂപ വരും കേട്ടോ. ഫുൾ പ്ലേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ 900 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആൾക്കാർ ഒരുപാട് പേര് ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാത്തിനും ഹാഫ് ചെയ്താണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഷാപ്പിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിലയും കാര്യങ്ങളൊക്കെ ആദ്യമേ ചോദിച്ചിട്ട് വേണം നിങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് പേഴ്സണലി മെസ്സേജ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഷാപ്പ് എവിടെയാണ്, ഭക്ഷണം എങ്ങനെയാണ്, കൊള്ളാമായിരുന്നു, ചേട്ടാ വീഡിയോയിലൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്, അപ്പം കുറേ ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ച് ചോദിച്ചത് കാരണം നമ്മൾ ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും ഒരിക്കലാണ്, നമ്മളിങ്ങനെ ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ പോയി കഴിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. ഞാൻ എൻ്റെ ഫാമിലി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പുഞ്ചക്കരി ഷാപ്പിൽ പോയി ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം തന്നെ അവിടെ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ചേട്ടനെ നമ്മളറിയായിരുന്നു കേട്ടോ. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കടൽക്കരയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതേ, ഞാൻ കടൽക്കരയിൽ ആ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ നമുക്കൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു, അപ്പം ചേട്ടന് റേറ്റോ കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ പോയത്. കാരണം മക്കൾക്ക് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇതുപോലെ അവരൊക്കെ സാധാരണ നമ്മൾ ഹോട്ടലിലോ കാര്യങ്ങളൊക്കെ പോയി കഴിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ഷാപ്പിലൊക്കെ പോയി കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കും ഒരു എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ മാത്രമാണ് അന്ന് ഫാമിലിയായിട്ട് ഇവിടെ കഴിക്കാൻ പോവുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ഫാമിലികളാണ് കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കുന്നത്. ഓപ്പൺ പ്ലേസിലും കഴിക്കുന്നുണ്ട്, അതുപോലെ ഈ ഓലപ്പുര മേഞ്ഞ് ചെറിയ ചെറിയ റൂമുകളുണ്ട് കേട്ടോ, അവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എൻജോയ് ആണ്. ഫാമിലിയായിട്ടൊക്കെ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും നമ്മുടെ കൂട്ടുകാരോടെ പോയി നോക്കുക. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഷാപ്പാണ്, നമുക്ക് അറിയില്ലെന്ന് വേണ്ടല്ലോ. ഓക്കെ എന്നാ.